ഹേ ഗായ്സ്, ഹായ്, വെൽക്കം ടു ഒരു പുതിയ വ്ളോഗ്. സോ ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ എറണാകുളം പോവുകയാണ്. നമുക്കൊരു ചെറിയൊരു സ്റ്റേക്കേഷൻ പരിപാടി പ്ലസ് ഒരു ഷൂട്ടും ഉണ്ട്. സോ നമ്മളുടെ കോളേജ് മേറ്റ്സ് കം സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു 4 പേര് എറണാകുളം പോയി ഒരു ദിവസം ബേസിക്കലി ഒന്ന് അടിച്ച് പൊളിച്ച് ഷൂട്ട് ഉള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം പോവാണ്. നമ്മൾ ആരുടെ കൂടെയാണ് പോകുന്നത്? അസൻ പൈസ. അപ്പൊ അസനുണ്ട്, പീക്ക് ഉണ്ട്, തായറുണ്ട്. എന്റെ ഫസ്റ്റ് വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ എറണാകുളത്ത് ഹോൾഡേനില് ഒരു സ്റ്റേക്കേഷൻ പോലെ പോയത്. സെയിം ഹോട്ടലിലോട്ട് തന്നെ നമ്മൾ പോകുന്നത്. സെയിം ആൾക്കാർ തന്നെ. അന്ന് അഞ്ചനുണ്ടായിരുന്നു, അഞ്ചനക്ക് പകരം അസനുണ്ട്. സോ നമുക്ക് പീക്കനെടുത്ത് താരനെടുത്ത് നെഹദിന്ന് ഒരു കുഴിമന്തിയും കഴിച്ച് നേരെ എറണാകുളത്ത് പോവാം. ബായോ. ആസ് യൂഷ്വൽ നമ്മൾ പീക്കയുടെ വീട്ടിലോട്ട് പോയി. ആദ്യം പീക്കനെടുത്തു. പിന്നെ തായറിന്റെ വീട് ചേലക്കരയാണ്. പക്ഷെ അതുവരെ വരത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മച്ചാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുരുവായൂർ വരെ എത്തി. ആ വരുന്നതാണ് നമ്മുടെ തായർ. കണ്ടു, അൺവാണ്ടഡ് ആറ്റിറ്റ്യൂഡാണ് മെയിൻ. എന്താ ആറ്റിറ്റ്യൂഡിലാണ് നീ അവിടെ നിന്നിരുന്നേ? കയ്യൊക്കെ കെട്ടിട്ട് അങ്ങോട്ട് കൊണ്ട് നോക്ക. അങ്ങനെ ഇവന്മാരെ രണ്ടും പൊക്കിയെടുത്ത് നമ്മൾ നേരെ പോകുന്ന തൃശ്ശൂരിലെ നെഹദിയിലോട്ടാണ്. എന്ത് ശുഭകാര്യം നടക്കുമ്പോഴും അല്പം മധുരം കഴിക്കുന്നതല്ല പറയാം. പക്ഷെ നമ്മൾ എന്ത് ട്രിപ്പ് പോകുമ്പോഴും ആദ്യം നെഹദിന്നൊരു മസാല ശവായി നെഹദിയിലെ മന്തി കഴിക്കാനുള്ള പോക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണേ. നല്ല തിരക്കുണ്ട് അവിടെ. പക്ഷെ മന്തി കഴിച്ചിട്ട് നമ്മ പോകുള്ളൂ. തീരത്തിറക്കില്ലേ? എന്താ ഒന്നും പറയാത്ത എക്സൈറ്റഡ് അല്ലേ? സണ്ടായിട്ടില്ല. റൈസ് ആയിക്കില്ലല്ലോ. എക്സ്ട്രാ മസാല കൂടെ എടുത്ത് ഇങ്ങനെ വെക്കാം. കുറച്ചുമായോ ഈ ഒരു നിമിഷത്തിനാണ് എത്ര നേരം കാത്തിരുന്നായിരുന്നത്. ടു ബി ഹോണസ്റ്റ്, ഞാൻ യൂഷ്വലി ഒരു മന്തി ഫാൻ അല്ല. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന മന്തിയൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ നെഹദിയിലെ മസാല ഷവായി മന്തി, അതൊരു വികാരമാണ് ഗൈസ്. ചിക്കൻ്റെ തോലിങ്ങനെ എടുക്കുക, കുറച്ച് ഷവായുടെ മസാലയിൽ ഇങ്ങനെ മുക്കുക, ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെ പറ്റുന്ന രീതിയിൽ വയറ് നിറയെ കുഴിമന്തി അടിച്ച് കയറ്റിയിട്ട് നമ്മൾ നേരെ കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോളിഡേയിലോട്ടാണ് പോകുന്നത്. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഡിഫൻഡർ, താങ്ക്സ്. എത്തി നോക്കാൻ വന്നേ. ക്ലോസപ്പ് ഇതാ. കണ്ടോരെ ബാഗൊക്കെ എടുത്തിട്ട് വന്നിക്കണ കൊണ്ട് കൊടുക്ക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കട്ടുപരിപാടികൾ കാണിക്കുന്ന ഒരാളാണ് പി കെ. നമ്മുടെ ലഗേജ് എടുത്തോണ്ടിരുന്നതിൻ്റെ കൂടെ മച്ചാൻ അവിടെ ഇരിക്കുന്ന ആരുടെയോ ലഗേജ് കൊണ്ട് എടുത്തിട്ടാണ് ഈ പോകുന്നത്. അതാണ് നമ്മളുടെ റൂം. അന്നത്തെ പോലെ തന്നെ, അന്നത്തെ സെയിം റൂമല്ല, പക്ഷെ അതേപോലെ ഒരു ഇച്ചിരി വലിപ്പമുള്ള പോലെ. അത് വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ വീണ്ടും പാൻറ്റല്ലോ പോയല്ലോ, വേറെ ഒന്നും പോയില്ലല്ലോ. റൂം ടൂർ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് സ്റ്റഡി പർപ്പസ് ഫോർ സ്റ്റഡി ടേബിളാ. ഫോട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ റൂം. ടോയ്ലറ്റ് കൂടെ കാണിച്ചു കൊടുക്കട്ടെ. സോ ദിസ് ഇസ് അവർ ടോയ്ലറ്റ്. സോ ബേസിക് ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഒക്കെ.
നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാം. വ്യൂ തുയിര് എന്താണ് നമ്മൾ പരിപാടി? ഇത് രാത്രിയോടെ ഫുഡ് കഴിക്കാൻ പോകും. എന്നിട്ടൊന്നും പറയാനില്ലല്ലേ ഈ മിസ്റ്റർ അബു താഹിർ. That's Mr. Abu Tahir. And this complimentary thing. Ginger biscuit alladu. Yes. We have Elunda and Kaprani Mutai. പട്ടക്കള്ള മുന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ. നമ്മൾ പുറത്തു പോകണം. തൽക്കാലം എന്തെങ്കിലും കുടിക്കാനും തിന്നാനും എന്തെങ്കിലും തൽക്കാലം ചെറുങ്ങനെ കഴിച്ചിട്ട് വന്നിട്ട് പൂളിൽ ചാടി ആർമാദിക്കും. നമുക്ക് പോകാം. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഫോണിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ ഫോൺ, എന്റെ നാക്ക്, എന്റെ കാശ്. പക്ഷെ ചെവി ഞങ്ങളുടെ അല്ലേ. രാത്രി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം കുടിക്കാനും കഴിക്കാനൊക്കെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് മേടിച്ച് നേരെ തിരിച്ചു വന്ന് പൂളിലാണ് ചാടിയത്. നമ്മളവിടെ പോയപ്പോൾ ഏതോ ഒരു ആർട്ടിസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിഡ്ലൻ സോങ് ഒക്കെ ഇങ്ങനെ പാടി ലൈവ് മ്യൂസിക്കും ആ പൂളും ആംബിയൻസൊക്കെ കൂടെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ. നല്ലൊരു അരമണിക്കൂർ നമ്മൾ പൂളിൽ കിടന്ന് എൻജോയ് ചെയ്ത്. ഞാനും പി കെ മാത്രമേ ഇറങ്ങിയുള്ളൂ. മറ്റവരൊക്കെ തന്ത വൈബായ കാരണം കരയിൽ അങ്ങനെ ഇരുന്നു. അലക്കൊക്കെ കഴിഞ്ഞ് വരും. അതെ, പുഴ കുളിക്കാൻ പോയാ. പണ്ടൊക്കെ നമ്മളെല്ലാവരും നാട്ടിലുണ്ടാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരേ ട്രിപ്പുകൾ പോകണം. ഇപ്പം എല്ലാവരും ഭൂമിയുടെ പല ഭാഗത്തായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ട്രിപ്പൊക്കെ വളരെ വിരളമാണ്. അസം ഫൈസൽ എന്തോ റെഡിയാ? ഫോട്ടോ എഡിറ്റ് ചെയ്യൂലേ? സ്വന്തം ഫോട്ടോ നോക്കിയിരുന്ന് പുളകം കൊള്ളുന്നു. കഴിക്കണം, തിന്നണം, ഉറങ്ങണം. ഇത്ര പെട്ടെന്നാ ബിഗ് ബോസ് ആണല്ലോ. കിടന്നുറങ്ങാം. പരമാവധി നേരത്തെ കിടന്നുറങ്ങാന്ന്. എന്നിട്ട് മാക്സിമം നേരത്തെ എണീക്കാൻ നോക്കണം. അല്ല, പരമാവധി നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുക. പക്ഷെ നടക്കൂലെന്ന് അറിയാം. എന്നാലും ട്രൈ ചെയ്യാം. 4 മണിക്കെങ്കിലും കിടന്നുറങ്ങും. ഓക്കെ, നമ്മള് ഓരോരുത്തർ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തൽക്കാല സമരത്തിനോട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇത് പോരാ, നമുക്ക് ഇനി എന്തെങ്കിലും വേണം. ഓർഡർ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ എന്താ ഓർഡർ ചെയ്തേ? അവൻ ഷവർമ ഓർഡർ ചെയ്തു. അസൻ എന്താ ഓർഡർ ചെയ്തേ? ഓ, അസൻ പിസ്സ ഓർഡർ ചെയ്തു ഫ്രം ഡോമിനോസ് അല്ലേ? ഇവൻ ജംബോ ഷവർമ, ഞാൻ ബീഫ് ലോഡഡ് ഫ്രൈസ്. തായർ എന്താ ഓർഡർ ചെയ്തത്? തായറും ഷവർമ. സോ നൈറ്റ് ഫുഡ് കഴിച്ച ഇവിടുത്തെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങാനാണ് നമ്മളെ പരിപാടി അല്ലേ? ഇനി അതൊരു പ്രോഗ്രാം നാളെ എന്തോ റെഡി വന്നിട്ടാക്കടാ. നമ്മുടെ ഫുഡ് വന്നിട്ടാ ഡോമിനോസ്. അപ്പോൾ ഫുഡ് വന്നിട്ട് നമുക്ക് കാണാം. ഫുഡ് കഴിച്ച് ബിഗ് ബോസ് ഒക്കെ കണ്ട് കുറച്ച് കൊതിന്നോണൊക്കെ പറഞ്ഞ് കിടന്ന് ഉറങ്ങി. നാളെ നമുക്കൊരു ഷൂട്ടുണ്ട് കൊച്ചിയിൽ. സോ ഷൂട്ടിന് പോകണം. അപ്പോൾ ഫുഡ് വന്നിട്ട് കാണാം. ബൈ. സതീർത്തിയോ? ഓവർ മാത്രമല്ലോ. ഓവർ മാത്രമല്ല, കൊള്ളാം. ഇതെവിടുന്ന? താരന്റെ ഫ്രണ്ട് ആണല്ലേ? താരന്റെ ഫ്രണ്ട് എന്റെ ബർത്ത്ഡേ. സോ അവർക്ക് തന്നു നമുക്ക്. ഹായ് തായർ. ഫുഡ് വന്നു ഗൈസ്. ഫുഡ് മേടിക്കാൻ പോവാണ്. അതാണ് ഫ്രീക്ക് തുയിര്. നമ്മൾ ഫുഡ് മേടിക്കാൻ പോവാണ് ഗൈസ്. നന്നായിട്ട് കളിക്കാൻ പറയും. അപ്പൊ കളിയില് അതിന്റെ ദിശ മാറുന്ന സമയത്ത് ഇങ്ങനല്ല. കഴിക്കാൻ നോക്കിയോ? ഫുഡ് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് സൈഡായി. നേരെ ബിഗ് ബോസ് ഒക്കെ ഓണാക്കി എല്ലാവരും കൂടെ അവരവരുടെ ഫുഡ് അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു. താൽക്കാലിക സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വിശക്കുമ്പോൾ നമ്മൾ പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ട്. രാത്രി നല്ല വിശപ്പ് ഗൈസ്. ഡോമിനോസിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്തു.
കുറച്ചധികം. സോ അത് മേടിക്കാൻ പോവാം നമുക്ക്. മോനെ അസംബടായി മോനെ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കുറേ അങ്ങോട്ട് വയറ് നിറയെ അടിച്ച് കയറ്റി. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വ്ളോഗിലുള്ളൂ. കുറച്ചുകൂടെ പാർട്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ലോങ് ആയി പോകും. സോ അതുകൊണ്ട് സീൻ അനദർ പാർട്ട്. അപ്പോൾ ശരി.